ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ബ്ലാക്ക്ബെറി ഫാമിലാണ് വന്നിരിക്കുന്നത്. ഈ ബ്ലാക്ക്ബെറി പിക്ക് ചെയ്തിട്ട് ബ്ലാക്ക്ബെറി കൊണ്ട് ഒരു കോബ്ലർ ഉണ്ടാക്കാനാണ് പോകുന്നത്. ബ്ലാക്ക്ബെറിയുടെ സീസൺ ഓൾമോസ്റ്റ് തീരാറായി. കണ്ടോ, എല്ലാം പിക്ക് ചെയ്ത് ഇതിൻ്റെ തണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ കുറേയൊക്കെ നല്ല പഴുത്ത ബ്ലാക്ക്ബെറികളും ഉണ്ട്. ഇത് നല്ല പഴുത്ത ബെറിയാണ്. പഴുത്താണെങ്കിൽ പറിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അടർന്നു വരും. ഫ്രഷ് ആയിട്ട് ബ്ലാക്ക്ബെറി പറിച്ച് അതുകൊണ്ടൊരു ബ്ലാക്ക്ബെറി കോബ്ലർ ഉണ്ടാക്കാനാണ് പോകുന്നത്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത ബ്ലാക്ക്ബെറി 3 കപ്പ്, സെൽഫ് റൈസിങ് ഫ്ലവർ 1 കപ്പ്. നിങ്ങളുടെ കയ്യിൽ സെൽഫ് റൈസിങ് ഫ്ലവർ ഇല്ലെങ്കിൽ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറിലോട്ട് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ സോൾട്ടും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. മിൽക്ക് 1 കപ്പ്, ഷുഗർ 1.25 കപ്പ്, ബട്ടർ 4 ഔൺസ്. ഞാനിവിടെ 4 ഔൺസിൻ്റെ 1 സ്റ്റിക്ക് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. വാനില എക്സ്ട്രാക്ട് 1 ടീസ്പൂൺ. ആദ്യം തന്നെ നമുക്ക് കോബ്ലറിന് വേണ്ട ബാറ്ററി തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് സെൽഫ് റൈസിങ് ഫ്ലവറും എടുത്തു വച്ചിരിക്കുന്ന ഷുഗറിൽ നിന്നും 1 കപ്പ് ഷുഗറും 1 കപ്പ് മിൽക്കും 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബാറ്റർ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ബട്ടർ മൈക്രോവേവിൽ വച്ചാണ് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ മെൽറ്റ് ചെയ്ത ബട്ടർ ഈ ഗ്ലാസ് ഡിഷിലോട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഡിഷിൻ്റെ സൈഡിലെല്ലാം ബ്രഷ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ ബട്ടർ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വച്ചും മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ടിനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്ലാക്ക്ബെറീസ് ഇതുപോലെ ലെയർ ചെയ്ത് ഇട്ട് കൊടുക്കുക. ഈ ലെയർ ചെയ്ത ബ്ലാക്ക്ബെറിയുടെ മുകളിലോട്ട് ബാക്കിയുള്ള 1/4 കപ്പ് ഷുഗർ ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഓവനിൽ വെക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ 350 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവൻ 350 ഡിഗ്രി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത കോബ്ലർ ബാറ്റർ ഓവനിൽ വെച്ചിട്ട് 50 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ ബേക്ക് ചെയ്തെടുക്കാം.
കോബ്ലർ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ബേക്ക് ചെയ്യണം. ഇപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ചെക്ക് ചെയ്യാം, ഇത് റെഡി ആയോ എന്ന്. റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം മുകളിലോട്ട് എടുത്ത് വയ്ക്കാം. വളരെ കെയർഫുള്ളായിരിക്കണം, നല്ല ചൂടാണ്. നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ബ്ലാക്ക്ബെറി കോബ്ലർ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഓരോ പീസുകളായിട്ട് കട്ട് ചെയ്ത് സെർവിങ് ഡിഷിലോട്ട് മാറ്റി ഇതിൻ്റെ ടോപ്പിലോട്ട് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമോ കൂൾ വിപ്പോ വെച്ച് സെർവ് ചെയ്യുക. നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക്ബെറി കോബ്ലർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ബൈ.